وأسروا قولكم أو اجهروا به إنه عليم بذات الصدور. السلام عليكم ورحمة الله. الحمد لله رب العالمين والعاقبة للمتقين ولا عدوان إلا على الظالمين. نصلي ونسلم على أشرف الأنبياء والمرسلين. أما بعد، أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. يا أيها الذين آمنوا توبوا إلى الله توبة نصوحا عسى ربكم أن يكفر عنكم سيئاتكم ويدخلكم جنات تجري من تحتها الأنهار يوم لا يخزي الله النبي والذين آمنوا معه نورهم يسعى بين أيديهم وبأيمانهم يقولون ربنا أتمم لنا نورنا واغفر لنا إنك على كل شيء قدير. يا أيها النبي جاهد الكفار والمنافقين واغلظ عليهم ومأواهم جهنم وبئس المصير. ഏറ്റവും സ്നേഹബഹുമാനമുള്ള ഖുർആൻ പഠിതാക്കളെ, സഹോദരങ്ങളെ, സഹോദരിമാരെ, അള്ളാഹുവിൻ്റെ കൽപ്പന, നിയമനിർദ്ദേശങ്ങൾ, വിധിവിലക്കുകൾ ജീവിതത്തിലുടനീളം കാത്തുസൂക്ഷിക്കുക. അള്ളാഹുവിനെ ഭയപ്പെട്ട് ജീവിതത്തെ ക്രമപ്പെടുത്തുക. അള്ളാഹുവിൻ്റെ ജന്നാത്തുൽ ഫിർദൗസിൽ എത്തിച്ചേരുവാൻ അള്ളാഹു നൽകിയിട്ടുള്ള മുഴുവൻ അവസരങ്ങളെയും ഉപയോഗപ്പെടുത്തുക. വിശുദ്ധ ഖുർആൻ പഠിക്കുന്ന കാര്യങ്ങൾ ജീവിതത്തിൽ കൊണ്ടുവരാൻ കഴിവിൻ്റെ പരമാവധി പരിശ്രമിക്കുക. നാഥൻ അനുഗ്രഹിക്കുമാറാവട്ടെ. ആമീൻ. 66-ാം അധ്യായമായ സൂറത്തു തഹരീമാണ് നാം പഠിച്ചുകൊണ്ടിരിക്കുന്നത്. അതിലെ 7 ആയത്തുകൾ നാം പഠിച്ചു കഴിഞ്ഞു. ഇന്ന് ഇൻഷാ അള്ളാഹ് 8-9 ആയത്തുകളാണ് നാം പഠിക്കുന്നത്. നരകത്തിന്റെ ഭയാനകതകളെക്കുറിച്ച്, ആ നരകത്തിൽ നിന്ന് നമ്മൾ മാത്രം രക്ഷപ്പെട്ടാൽ പോരെന്നും നമ്മുടെ പ്രിയപ്പെട്ട കുടുംബത്തെയും നരകത്തിൽ നിന്ന് രക്ഷപ്പെടുത്തുവാനുള്ള എല്ലാവിധ പ്രവർത്തനങ്ങളും ഉപദേശങ്ങളും നിർദ്ദേശങ്ങളും ആ ചിന്തയൊക്കെ നമുക്ക് ഉണ്ടായിരിക്കണം എന്നാണ് കഴിഞ്ഞ ആയത്തുകളിൽ നിന്ന് നാം മനസ്സിലാക്കിയിട്ടുള്ളത്. 8-ാമത്തെ ആയത്തിലൂടെ വിശ്വാസികളാകുന്ന നമ്മുടെ ജീവിതത്തിലൊക്കെ നിരന്തരം ഉണ്ടായിരിക്കേണ്ട, പ്രത്യേകിച്ച് നമ്മളൊക്കെ മനുഷ്യരാണ്, അറിഞ്ഞും അറിയാതെയും രഹസ്യവും പരസ്യവുമായൊക്കെ അള്ളാഹുവിൻ്റെ കൽപ്പനകൾക്ക് എതിരായി പ്രവർത്തിക്കുകയും കാണുകയും സമ്പാദിക്കുകയും ഒക്കെ ചെയ്തിട്ടുണ്ടാകാം. തെറ്റുകൾ നമ്മുടെ ജീവിതത്തിൽ വന്നു പോയിട്ടുണ്ടാകും. കാരണം നമ്മൾ മനുഷ്യരാണ്. അത്തരം തെറ്റുകുറ്റങ്ങളൊക്കെ ജീവിതത്തിൽ നിന്ന് വരുമ്പോൾ ഉടനെ പക്ഷാതപിച്ച് മടങ്ങണമെന്നാണ് ഖുർആൻ പഠിപ്പിച്ചിട്ടുള്ളത്. ഒരിക്കലും പക്ഷാതാപത്തെ പിന്തിക്കാൻ പാടില്ല. കാരണം മരണം എപ്പോഴാണ് വരിക, ഏത് സമയത്താണ് ഈ ലോകത്തിൽ നിന്ന് നമ്മൾ മരിക്കുക എന്നറിയില്ല. മരണസമയത്ത് തുബ്തുൽ ആൻ, ഞാൻ ഇപ്പോഴാ തൗബ ചെയ്യുകയാണ് എന്ന് പറഞ്ഞാൽ ആ തൗബ അല്ലാഹു തആല സ്വീകരിക്കുകയുമില്ല. തൊണ്ടക്കുഴിയിൽ ആത്മാവ് എത്തുന്നതിൻ്റെ മുമ്പ് പക്ഷാതപിച്ച് മടങ്ങണം എന്ന് വിശുദ്ധ ഇസ്ലാം നമുക്ക് പഠിപ്പിച്ചു തന്നതാണ്. ഏതൊരു തെറ്റുകൾ ചെയ്താലും ഉടനെ പക്ഷാതപിച്ച് മടങ്ങുക എന്നത് വിശ്വാസികളുടെ അടയാളമാണ്. തൗബ ഏതെങ്കിലും റമദാനിലെ 27-ാം രാവിലേക്കോ അതല്ലെങ്കിൽ പ്രത്യേകമായ ഒരു മാസത്തിലേക്കോ സമയത്തിലേക്കോ മാറ്റിവെക്കേണ്ടതല്ല. എപ്പോഴും തൗബ ചെയ്യുന്നവരാകണം. ആത്മാർത്ഥമായ റഹ്മാനായ റബ്ബിലേക്ക് ഖേദിച്ചു മടങ്ങുന്നവരായി തീരണം. ആ തൗബയുടെ ഗൗരവവും തൗബ ചെയ്താലുണ്ടാകുന്ന അതിൻ്റെ മഹത്വങ്ങളും നേട്ടങ്ങളും ഒക്കെയാണ് 8-ാമത്തെ ആയത്തിലൂടെ അള്ളാഹു നമ്മെ ബോധ്യപ്പെടുത്തുന്നത്. യാ അയ്യുഹല്ലദീന ആമനൂ, ഓ സത്യവിശ്വാസികളെ, അള്ളാഹു വിശ്വാസികളെ എന്ന് വിളിച്ചുകൊണ്ട് നമ്മോട് പറയാം. എന്താ പറയണത്? തൂബൂ, തൗബ തൂബൂ, നിങ്ങളെല്ലാവരും തൗബ ചെയ്ത് മടങ്ങണം. വിശ്വാസികളെ, നിങ്ങളെല്ലാവരും പക്ഷാതപിച്ച് മടങ്ങണം, ഖേദിച്ചു മടങ്ങണം. എവിടേക്കാണ് പക്ഷാതപിച്ച് മടങ്ങേണ്ടത്? ഇലല്ലാഹ്, അള്ളാഹുവിങ്കലേക്ക് പക്ഷാതപിച്ച് മടങ്ങണം.
റഹ്മാനായ റബ്ബിലേക്ക് പക്ഷാതപിച്ച് മടങ്ങണം. ആ തൗബ എങ്ങനെയുള്ള തൗബയാകണം? ഏതെങ്കിലും ഏടുകളിൽ കാണുന്ന തൗബ, അതിങ്ങനെ നാവ് കൊണ്ട് ഏറ്റു പറയുന്നതിനല്ല ഇസ്ലാമിൽ തൗബ എന്ന് പറയുന്നത്. അതല്ലെങ്കിൽ ഏതെങ്കിലും ഒരു സ്ഥലത്ത് ഏതെങ്കിലും തങ്ങളോ അതല്ലെങ്കിൽ ഏതെങ്കിലും മുസ്ലിയാക്കന്മാരോ മൗലവിമാരോ ആരെങ്കിലും ചൊല്ലിത്തരുന്ന് അത് ഏറ്റു പറഞ്ഞാൽ അതിന് പറയുന്ന പേരല്ല തൗബ. മറിച്ച് തൗബയുണ്ടാകേണ്ടത് നമ്മുടെ മനസ്സിൽ നിന്നാണ്. ഖേദമുണ്ടാകേണ്ടത് നമ്മിൽ നിന്നാണ്, സ്വയം ഉണ്ടാകേണ്ട ഒന്നാണ്. അതുകൊണ്ടാണ് അല്ലാഹു തആല പറഞ്ഞത്, തൂബു ഇലല്ലാഹ്, നിങ്ങൾ അല്ലാഹുവിങ്കലേക്ക് പക്ഷാതപിച്ച് മടങ്ങണം. എങ്ങനെയുള്ള പക്ഷാതാപമാകണം? തൗബതൻ, ഒരു പക്ഷാതാപമാകണം, ഒരു മടക്കമാകണം. ആ മടക്കം നസൂഹ, ആത്മാർത്ഥമായിട്ടാകണം, നിഷ്കളങ്കമായിട്ടാകണം. ആരെങ്കിലും പറഞ്ഞ് കേട്ട് പറയേണ്ടതല്ല, ആരെങ്കിലും സമ്മർദ്ദത്തിന് വഴങ്ങി പറയേണ്ടതല്ല. നമുക്കെല്ലാം കൂടെ തൗബ ചെയ്യാമെന്ന് ആരെങ്കിലും പറയുമ്പോഴേക്ക് അവരോടൊപ്പം ഏറ്റു പറയേണ്ട ഒന്നല്ല തൗബ. മറിച്ച് നിങ്ങൾ ചെയ്തു പോയ തെറ്റുകൾക്ക് റഹ്മാനായ റബ്ബിലേക്ക് പക്ഷാതപിച്ച് മടങ്ങുമ്പോ ആ തൗബ തൗബതൻ നസൂഹ, ആത്മാർത്ഥമായ പക്ഷാതാപമാകണം. ഒരു തൗബ തൗബയാകണമെങ്കിൽ ഉത്ലുബ് മചാബൻ ബിന്നദാമതി മുഖലിയ വബിഅസ്മി തർക്കി ദംബി ഫീമ ഇസ്തഖ്ബല. ചെയ്തു പോയത് തെറ്റാണ് എന്ന് അള്ളാഹുവിനോട് സമ്മതിക്കണം. അതിന് കൃത്യമായ ഖേദമുണ്ടാകണം. ഞാൻ അത് ചെയ്തത് ശരിയായില്ല, അന്ന് എൻ്റെ വിവരമില്ലായ്മ കൊണ്ട്, അതല്ലെങ്കിൽ സാഹചര്യത്തിന്റെ സമ്മർദ്ദത്തിൽ അകപ്പെട്ടുകൊണ്ട്, വിവരമില്ലാത്തത് കൊണ്ട് അള്ളാഹുവിന്റെ കൽപ്പനകൾക്ക്, അള്ളാഹുവിന്റെ റസൂലിന്റെ കൽപ്പനകൾക്ക് വിരുദ്ധമായി ഞാനത് ചെയ്തു പോയി, അത് ചെയ്തത് തെറ്റാണ് എന്ന കൃത്യമായ ബോധമുണ്ടാകണം. ഒരു നിബന്ധന അതാണ്. മറ്റൊന്ന്, ഇനി ഒരിക്കലും ഞാൻ ആ തെറ്റുകളിലേക്ക് മടങ്ങുകയില്ല എന്ന് ഉറപ്പിക്കണം. ഇനി എന്റെ സൃഷ്ടജീവിതത്തിൽ ഒരിക്കലും ആ തെറ്റുകളിലേക്ക് ഞാൻ മടങ്ങുകയില്ല റബ്ബേ എന്ന് കൃത്യമായി ഉറപ്പിക്കുകയും അതിൽ പക്ഷാതാപമുണ്ടാവുകയും അതിൽ ഖേദമുണ്ടാകുകയും ചെയ്തുകൊണ്ട് റഹ്മാനായ റബ്ബിലേക്ക് പക്ഷാതപിച്ച് മടങ്ങണേ എന്നാണ് അല്ലാഹു തആല പറയുന്നത്. മനുഷ്യരുമായി ബന്ധപ്പെട്ട വല്ല തെറ്റുകളും വന്നു പോയെങ്കിൽ, ആരെങ്കിലും വെറുപ്പിച്ചു, ആർക്ക് ഈബത്ത് നമീമത്തുകൾ പറഞ്ഞു, സാമ്പത്തികമായ ആ നിലക്ക് വല്ലവരെയും കബളിപ്പിച്ചു, ഏതെങ്കിലും മനുഷ്യരുമായി ബന്ധപ്പെട്ട തെറ്റുകൾക്കാണ് പക്ഷാതപിച്ച് മടങ്ങുന്നതെങ്കിൽ അവരെ കണ്ട് പൊരുത്തപ്പെടിപ്പിക്കണം. സാമ്പത്തികമായി വല്ല കബളിപ്പിക്കലും നടത്തുകയാണെങ്കിൽ ആ സാമ്പത്തികമായത് കൊടുത്തു തീർക്കണം. മനുഷ്യരുമായുള്ള ആ തെറ്റുകൾക്ക് വേണ്ടിയാണ് പക്ഷാതപിച്ച് മടങ്ങുന്നതെങ്കിൽ അവരുടെ ആ ഹക്കിടപാടുകളെല്ലാം വീട്ടിയതിന് ശേഷമാകണം പക്ഷാതപിച്ച് മടങ്ങേണ്ടത്. ഇതാണ് തൗബതൻ നസൂഹ്, ആത്മാർത്ഥമായ പക്ഷാതാപം. ഇങ്ങനെ പക്ഷാതപിച്ച് മടങ്ങണേ വിശ്വാസികളെ എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല ഓർമ്മപ്പെടുത്തിയിട്ട് തുടർന്ന് പറയുന്നത്, നിങ്ങൾ അങ്ങനെ തൗബ ചെയ്ത് മടങ്ങിയാൽ അസാ റബ്ബുക്കും, നിങ്ങളുടെ റബ്ബ് ആയേക്കാം, അസാ ആയേക്കാം റബ്ബുക്കും, നിങ്ങളുടെ നാഥൻ, അയ്യുകഫിറ അൻകും, അയ്യുകഫിറ, അവൻ മാപ്പാക്കി തന്നേക്കാം, അൻകും നിങ്ങളെ തൊട്ട്, നിങ്ങൾക്കവൻ നിങ്ങളിൽ നിന്ന് അവൻ മാപ്പാക്കിയേക്കാം, സയ്യിആതിക്കും നിങ്ങളുടെ തിന്മകളെ, നിങ്ങൾ ചെയ്തു പോയ തെറ്റുകൾ, നിങ്ങൾ കണ്ട തെറ്റുകൾ, നിങ്ങൾ സമ്പാദിച്ചിട്ടുള്ള അത്ര ഏത് തരത്തിലുള്ള തെറ്റുകളാണെങ്കിലും ആത്മാർത്ഥമായിട്ടാണ് പക്ഷാതപിച്ച് മടങ്ങുന്നതെങ്കിൽ റഹ്മാനായ റബ്ബ് അത് മുഴുവനും നിങ്ങൾക്ക് വിട്ടുപുറത്ത് മാഫാക്കി തന്നേക്കാം. ജീവിതത്തിൽ ചെയ്തു പോയ ഏതെല്ലാം തെറ്റുകളുണ്ടോ, ഏതെല്ലാം കുറ്റങ്ങളുണ്ടോ, എല്ലാം റഹ്മാനായ റബ്ബ് പാപങ്ങളായ നമുക്ക് വിട്ടുപുറത്ത് മാഫാക്കി നൽകുമാറാവട്ടെ. ആത്മാർത്ഥമായ തൗബയാണ് ചെയ്യുന്നതെങ്കിൽ അതുകൊണ്ടുള്ള ഒന്നാമത്തെ നേട്ടം അയ്യുകഫിറ അൻകും സയ്യിആതിക്കും, നിങ്ങളുടെ പാപങ്ങൾ അല്ലാഹു സുബ്ഹാനഹു വ തആല മൂടി വെച്ച് മാപ്പാക്കി തരും. മറ്റൊരു നേട്ടം എന്താണ്? ഇതൊക്കെ ആർക്കാ കിട്ടുക? പക്ഷാതപിച്ച് മടങ്ങിയവർക്ക്. ആ പക്ഷാതാപം ആത്മാർത്ഥമായിട്ടാണെങ്കിൽ, മനസ്സിൽ തട്ടിക്കൊണ്ടാണ് അള്ളാഹുവിനോട് പക്ഷാതപിച്ച് മടങ്ങുന്നതെങ്കിൽ അവരുടെ തെറ്റുകൾ മുഴുവനും അല്ലാഹു തആല പുറത്തു തരും. രണ്ടാമത്തേത് വയുദ്ഖിലുക്കും, നിങ്ങളെ അവൻ പ്രവേശിപ്പിക്കുകയും ചെയ്യും, ജന്നാത്ത്, സ്വർഗങ്ങളിൽ, തജ്രീ മിൻ തഹ്തിഹാ, അതിന്റെ താഴ്ഭാഗത്തുകൂടെ ഒഴുകുന്നുണ്ട് അൻഹാർ, നദികൾ. അവ താഴ്ഭാഗത്തിലൂടെ അരുവികൾ ഒഴുകുന്ന, നദികൾ ഒഴുകുന്ന സ്വർഗങ്ങളിൽ, തോപ്പുകളിൽ നിങ്ങളെ അവൻ പ്രവേശിപ്പിക്കുകയും ചെയ്യും. തെറ്റുകൾ പുറത്തു തരും. അല്ലാഹു തആല അവരെ സ്വർഗത്തിൽ പ്രവേശിപ്പിക്കുകയും ചെയ്യും. മാത്രവുമല്ല, യൗമ ലാ യുഖ്സില്ലാഹു നബിയ്യ വല്ലദീന ആമനൂ മഅ, യൗമ, ഒരു ദിവസം, ലാ യുഖ്സില്ലാഹു, അല്ലാഹു വഷളാക്കാത്ത ദിവസം. സ്വർഗം നൽകും അല്ലാഹ്,
എല്ലാ തെറ്റുകളും അല്ലാഹു തആല മാപ്പ് നൽകും. എപ്പോഴാണ് മാപ്പ് നൽകുക? ഒരു ദിവസത്തിലാണ്. ആ ദിവസത്തിന്റെ പ്രത്യേകത പരലോകത്തെ കുറിച്ചാണ് അല്ല പറയണത്. ദിവസത്തില് ലാ യുഖ്സില്ലാ, അള്ളാഹു അപമാനിക്കുകയില്ല, അള്ളാഹു വഷളാക്കുകയില്ല. ആരെ? നബിയ, പ്രവാചകനെയും വല്ലദീന ആമനൂ മഅ, ആ പ്രവാചകനോടൊപ്പം വിശ്വസിച്ച ആളുകളെയും. അതേ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെയും ആ നബിതങ്ങളിൽ വിശ്വസിച്ചിട്ടുള്ള ആളുകളെയും അപമാനിക്കാത്ത ദിവസം. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, സഹോദരിമാരെ, അള്ളാഹുവിന്റെ മുമ്പിൽ വഷളാകുക എന്നതിനേക്കാളും വലിയൊരു വഷളത്തരമില്ല. നാളെ റഹ്മാനായ റബ്ബിന്റെ മുമ്പിൽ തലകുലിച്ച് നിൽക്കേണ്ട സാഹചര്യം ദുനിയാവിൽ ചെയ്തു പോയ തെറ്റുകളുടെ കാരണത്താൽ തല ഒന്ന് ഉയർത്തി നോക്കാൻ പോലും കഴിയാത്ത വഷളാക്കപ്പെടുന്ന ഒരു അവസ്ഥ ഓർക്കാൻ കഴിയാത്തതാണ്. പക്ഷേ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെയോ ആ നബിതങ്ങളിൽ കൃത്യമായി വിശ്വസിക്കേണ്ടതുപോലെ വിശ്വസിച്ച ആളുകളെയോ ഒരിക്കലും ലാ യുഖ്സില്ലാ, അല്ലാഹു സുബ്ഹാനഹു വ തആല എന്ത് ചെയ്യില്ല? വഷളാക്കുകയില്ല, അല്ലാഹു അപമാനപ്പെടുത്തുകയില്ല. അല്ലാഹു സുബ്ഹാനഹു വ തആല ആ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയിലെയും നബിതങ്ങളെയും നബിതങ്ങളിൽ വിശ്വസിച്ചവരെയും അപമാനിക്കാത്ത ദിവസം എന്ന് പറഞ്ഞ ആ യഥാർത്ഥ വിശ്വാസികളിൽ ഉൾപ്പെടാൻ നമുക്ക് കഴിയണം. അതിനെന്ത് വേണം? തൂബൂ ഇലല്ലാഹി തൗബതൻ നസൂഹാ, തെറ്റുകളിൽ വീണ്ടും വീണ്ടും ആ തെറ്റുകളിൽ തന്നെ കഴിയുകയല്ല. നാളെ നന്നാകാം, നാളെ നന്നാകാം, പ്രായം ഇത്രയല്ലേ ആയിട്ടുള്ളൂ, ഇനിയും മരിക്കാൻ ഒരുപാട് കാലമുണ്ട് എന്ന ചിന്തയിൽ ആ തെറ്റുകളിൽ തന്നെ വീണ്ടും വീണ്ടും അഭിരമിച്ച് കഴിയുകയല്ല വേണ്ടത്. തെറ്റുകളിൽ നിന്ന് മാറാൻ കഴിയണം. ഇനി ഒരിക്കലും തെറ്റ് ചെയ്യുകയില്ല എന്ന് ഉറപ്പിക്കാൻ കഴിയണം. ചെയ്തു പോയതൊക്കെ തെറ്റാണ് എന്ന് റഹ്മാനായ റബ്ബിനോട് ആത്മാർത്ഥമായി പറയാനും അള്ളാഹുവേ പുറത്തു തരടേ എന്ന് ആവശ്യപ്പെടാനും കഴിയണം. എന്നാൽ അത്തരം ആളുകളുടെ തെറ്റുകൾ അല്ലാഹു പുറത്തു തരും, സ്വർഗം അല്ലാഹു നൽകും. ഒരിക്കലും അല്ലാഹു നാളെ പരലോകത്ത് നിന്ന് അത്തരം വിശ്വാസികളെ അപമാനപ്പെടുത്തുകയില്ല, വഷളാക്കുകയില്ല. തുടർന്ന് അല്ലാഹു തആല പറയുന്നു, നൂറുഹും യസ്ആ ബൈന ഐദീഹിം വബിഐമാനിഹിം, നൂറുഹും അവരുടെ പ്രകാശം, നൂറുഹും അവരുടെ പ്രകാശം, യസ്ആ അത് വ്യാപിച്ചു കൊണ്ടിരിക്കും, ബൈന ഐദീഹിം അവരുടെ മുമ്പിലൂടെയും വബിഐമാനിഹിം അവരുടെ വലതുഭാഗത്തിലൂടെയും. സത്യവിശ്വാസികളാകുന്ന ആളുകൾക്ക് സൂറത്തുൽ ഹദീദിൽ അല്ലാഹു തആല പഠിപ്പിച്ചിട്ടുണ്ട്. നമ്മൾ പഠിച്ചുപോയ സൂറത്താണ് സൂറത്തുൽ ഹദീദ്. ആ സൂറത്തുൽ ഹദീദിൽ വളരെ കൃത്യമായി അല്ലാഹു നമ്മെ പഠിപ്പിച്ചതാണ്, സത്യവിശ്വാസികളാകുന്ന ആളുകൾക്ക് അവിടെ പ്രകാശമുണ്ട്, അവിശ്വാസികളാകുന്ന ആളുകൾക്ക്, മുനാഫിക്കുകളാകുന്ന ആളുകൾക്ക് അവിടെ പരലോകത്ത് അതിശക്തമായ ഇരുട്ടായിരിക്കും ഉണ്ടാവുക. ആ പ്രകാശത്തിന്റെ രൂപം എങ്ങനെയാണ്? ഏത് തരത്തിലുള്ള പ്രകാശമാണ്? അതിന്റെ രൂപം ഇതൊന്നും നമ്മൾ മനസ്സിലാക്കേണ്ടതില്ല. അത് കൃത്യമായി പറയാനുള്ള തെളിവ് നമ്മുടെ കയ്യിലില്ല. ഏതായിരുന്നാലും വിശ്വാസികളാകുന്ന ആളുകൾക്ക് വലിയ ശക്തമായിരിക്കുന്ന സുന്ദരമായ പ്രകാശം അവിടെ ഉണ്ടാകും. അത് അവരുടെ മുമ്പിലുണ്ടാകും, അവരുടെ വലതുഭാഗങ്ങളിൽ ഉണ്ടാകും എന്നാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നത്. പിന്നെയോ, അപ്പൊ അവർക്ക് സ്വർഗ്ഗം അവിടെ പ്രകാശമുണ്ട്. ഒരിക്കലും അല്ലാഹു അത്തരം ആളുകൾ അപമാനപ്പെടുത്തുകയില്ല. അവർക്ക് സ്വർഗ്ഗമുണ്ട്, സ്വർഗ്ഗത്തിൽ അവരെ പ്രവേശിപ്പിക്കും. അവരുടെ തെറ്റുകളൊക്കെ അല്ലാഹു തആല പുറത്തു തരും. പക്ഷെ ഇതൊക്കെ കിട്ടണമെങ്കിൽ എന്ത് വേണം? തൂബൂ ഇലല്ലാഹി തൗബതൻ നസൂഹാ, അല്ലാഹുവിങ്കലേക്ക് ആത്മാർത്ഥമായി നിഷ്കളങ്കമായ പക്ഷാതാപം നടത്താൻ കഴിയണം. അല്ലാഹു അനുഗ്രഹിക്കുമാറാവട്ടെ. പിന്നെയോ അടുത്തത് യഖൂലൂന, അവര് പറയുന്നതാണ്, അവര് പ്രാർത്ഥിക്കുന്നതാണ്, റബ്ബനാ അത്മിം ലനാ നൂറനാ വഗ്ഫിർ ലനാ ഇന്നക അലാ കുല്ലി ഷൈഇൻ ഖദീർ. റബ്ബനാ, ഞങ്ങളുടെ രക്ഷിതാവേ. ആര്? സത്യവിശ്വാസികളാകുന്ന ആളുകൾ. അവര് പ്രാർത്ഥിക്കും, അത്മിം, നീ പൂർത്തിയാക്കി തരണം, ലനാ ഞങ്ങൾക്ക്, അത്മിം ലനാ ഞങ്ങൾക്ക് നീ പൂർത്തിയാക്കി തരണം. എന്തിനെ? നൂറന ഞങ്ങളുടെ പ്രകാശം, നൂറ് പ്രകാശം, നൂറന ഞങ്ങളുടെ പ്രകാശം ഞങ്ങൾക്ക് നീ പൂർത്തീകരിച്ചു തരണേ. വഗ്ഫിർ ലനാ ഞങ്ങൾക്ക് പുറത്തു തരികയും വേണം. ഇന്നക തീർച്ചയായും അല്ലാഹുവേ നീ അലാ കുല്ലി ഷൈഇൻ ഖദീർ എല്ലാ കാര്യത്തിനും കഴിവുള്ളവനാണ് എന്ന് അവർ പ്രാർത്ഥിക്കുകയും ചെയ്യും സത്യവിശ്വാസികൾ.
എന്നാണ് അള്ളാഹു സുബ്ഹാനഹു വ തആല പറയാ. സൂറത്തുൽ ഹദീദിന്റെ 12-ാമത്തെ ആയത്തിൽ അള്ളാഹു വിശദമായി നമുക്ക് പഠിപ്പിച്ചു തന്നിട്ടുണ്ട്. സത്യവിശ്വാസികളാകുന്ന ആളുകൾക്ക് നാളെ പരലോകത്ത് ശക്തമായിരിക്കുന്ന പ്രകാശമുണ്ടാകും. ആ സമയത്ത് അവിശ്വാസികളാകുന്ന ആളുകൾ ചോദിക്കും, ഞങ്ങളും നിങ്ങളുമെല്ലാം ഒന്നിച്ച് ജീവിച്ചവരാണ്, ഒന്നിച്ച് താമസിച്ചവരാണ്, കൂട്ടുകാരായിരുന്നു, നിങ്ങളുടെ പ്രകാശത്തിൽ നിന്ന് കുറച്ച് ഞങ്ങൾക്ക് തരുമോ? അവരിരുട്ടിലായിരിക്കും, കുറച്ച് പ്രകാശം ഞങ്ങൾക്ക് തരുമോ എന്ന് ചോദിക്കുമ്പോ അവരൊരിക്കലും കൊടുക്കുകയില്ല. നിങ്ങൾ വേറെ എവിടെന്നെങ്കിലും കിട്ടുമോ എന്ന് നോക്കുക എന്നെല്ലാം അല്ലാഹു തആല അവിടെ പഠിപ്പിച്ചിട്ടുണ്ട്. നമ്മൾ പഠിച്ചുപോയ സൂറത്താണ് സൂറത്തുൽ ഹദീദ്. വേണമെങ്കിൽ ഒന്നുകൂടെ ഇവിടെ സത്യവിശ്വാസികളാകുന്ന ആളുകൾ അള്ളാഹുവിനോട് പറയുന്നത്, അള്ളാഹുവേ ഞങ്ങളുടെ പ്രകാശം ഞങ്ങൾക്ക് നീ പൂർത്തീകരിച്ചു തരണേ എന്നതാണ്. ഏതായിരുന്നു ആ പ്രകാശമെന്നും ആ സൂറത്ത് ഒന്നുകൂടെ നോക്കുന്നത് സൂറത്തുൽ ഹദീദിലെ 12-ാമത്തെ ആയത്ത്. ആ ആയത്ത് അതുമായി ബന്ധപ്പെട്ട വിഷയം ഒന്നുകൂടെ ശ്രദ്ധിക്കുന്നത്, പഠിക്കുന്നത് ഈ വിഷയത്തിന്റെ പൂർത്തീകരണത്തിന് ആവശ്യമാകുമെന്ന് കൂടെ സാന്ദർഭികമായി ഓർമ്മപ്പെടുത്തുകയാണ്. അവര് പ്രാർത്ഥിക്കും, റബ്ബന അത്മിം ലനാ നൂറനാ വഗ്ഫിർ ലനാ, അല്ലാഹുവേ ഞങ്ങളുടെ പ്രകാശം ഞങ്ങൾക്ക് നീ പൂർത്തീകരിച്ചു തരണം, ഞങ്ങളുടെ തെറ്റുകളൊക്കെ ഞങ്ങൾക്ക് നീ പൊറുച്ചു തരണം, ഇന്നക അലാ കുല്ലി ഷൈഇൻ ഖദീർ, നീ എല്ലാത്തിനും കഴിവുള്ളവനാകുന്നു തമ്പുരാനെ എന്നതാണ്. അതുകൊണ്ട് ഈ ആയത്ത് എല്ലാ ദിവസവും നമ്മുടെ ശ്രദ്ധയിൽ ഉണ്ടാകേണ്ട ആയത്താണ്, മരണം വരെ ഉണ്ടാകേണ്ട ആയത്താണ്. ആത്മാർത്ഥമായി പശ്ചാത്തപിച്ച് മടങ്ങാൻ കഴിയണം. തെറ്റിൽ ഒരിക്കലും നമ്മൾ ഉറച്ചു നിൽക്കരുത്. എന്തെങ്കിലുമൊക്കെ അറിയാതെ ഏതെങ്കിലുമൊക്കെ നിലക്ക് മനുഷ്യ സഹജമായ വല്ല തെറ്റുകളും നമ്മുടെ ഭാഗത്ത് നിന്ന് വന്നു പോയാൽ ഉടനെ അള്ളാഹുവിങ്കലേക്ക് ആത്മാർത്ഥമായി പശ്ചാത്തപിച്ച് മടങ്ങാൻ നമുക്ക് കഴിയണം. യഥാർത്ഥ നസൂഹായ തൗബ ചെയ്യുന്ന യഥാർത്ഥ തായിബീങ്ങളിൽ റഹ്മാനായ റബ്ബ് നമ്മയും നാമുമായി ബന്ധപ്പെട്ട എല്ലാവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാവട്ടെ. يا أيها النبي جاهد الكفار والمنافقين واغلظ عليهم ومأواهم جهنم وبئس المصير. തുടർന്ന് അല്ലാഹു തആല നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് ഒരു കാര്യം പറയാണ്. നബി തങ്ങളോട് പറയുന്നു, എന്താണത്? യാ അയ്യുഹൻ നബിയോ, ഓ പ്രിയപ്പെട്ട പ്രവാചകരെ, ജാഹിദിൽ കുഫാര, അവിശ്വാസികളോട് നീ ധർമ്മസമരം നടത്തുക, നീ ജിഹാദ് ചെയ്യുക അവിശ്വാസികളോട്. വൽ മുനാഫിഖീന, കപട വിശ്വാസികളോടും. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ പ്രബോധനത്തിൽ നിന്ന് ഏറെ തടഞ്ഞവരാണ് കാഫിരീങ്ങളും. അതുപോലെ ഇസ്ലാമിന്റെ ലേബലിൽ വന്ന് ഇസ്ലാമിന്റെ മുസ്ലിമീങ്ങളോടൊപ്പം മുട്ടിച്ചേർന്ന് ഇസ്ലാമിനെ നശിപ്പിക്കാൻ കാഫിരീങ്ങളോടൊപ്പം നിന്ന ആളുകൾ, പേരുകൊണ്ടുമല്ല മുസ്ലിങ്ങളോടൊപ്പം, പക്ഷേ മുസ്ലിമീങ്ങളിൽ നിന്നെല്ലാം ഒറ്റുകൊടുത്ത് അവിശ്വാസികളോടൊപ്പം കൂട്ടുകൂടിയിട്ടുള്ള മുനാഫിഖീങ്ങൾ, ആ മുനാഫിഖീങ്ങളോടും അതുപോലെ കാഫിരീങ്ങളോടും നീ ജിഹാദ് ചെയ്യുക നബിയെ, നീ ജിഹാദ് നടത്തുക. ഇസ്ലാമിക ദഅവത്തിനെ മുടക്കുന്ന ആ ആളുകളോട് നീ ജിഹാദ് നടത്തുക. വഗ്ലുൽ അലൈഹിം, അവരോട് ഒരു അലിവും നിനക്ക് വേണ്ടതില്ല, അവരോട് ഒരു സ്നേഹവും നിനക്ക് വേണ്ടതില്ല. വഗ്ലുൽ, വളരെ പരുഷമായി തന്നെ അവരോട് പെരുമാറുക, ഗൗരവത്തോടുകൂടി അവരോട് പെരുമാറുക. വഗ്ലുൽ അലൈഹിം, അവരോട് പരുഷമായി തന്നെ നീ പെരുമാറുകയും ചെയ്യുക. വമഅവാഹും, കാരണം അവരുടെ സങ്കേതം ജഹന്നം, നരകമാകുന്നു. വബിഇസ അൽ മസീർ, അവര് തിരിച്ചെത്തുന്ന സ്ഥലം ഏറ്റവും മോശമായതാണ് എന്നാണ് അല്ലാഹു തആല പറയുന്നത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് പറയുന്നത്, അവിശ്വാസികളോടും അതുപോലെ കപട വിശ്വാസികളോടും നീ സമരം ചെയ്യുക, ജിഹാദ് ചെയ്യുക. അവരോട് ഏറ്റവും പരുഷമായി ഒരലിവുമില്ലാതെ തന്നെ നീ പെരുമാറുക. കാരണം അവർ അത്രയും മോശമാണ്. അവരുടെ സങ്കേതം നരകമാണ്, അവര് തിരിച്ചെത്തുന്ന ആ സ്ഥലം വളരെ ചീത്തയാണ്. അതുകൊണ്ട് ആ കാഫിരീങ്ങളോടും മുനാഫിഖീങ്ങളോടും അലിവുണ്ടായിട്ട് വലിയ പ്രയോജനമൊന്നും ഇല്ല എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ വിളിച്ചുകൊണ്ട് അല്ലാഹു സുബ്ഹാനഹു വ തആല പഠിപ്പിച്ചു തന്നു. എല്ലാ വിശ്വാസികളോടും എന്ന അർത്ഥത്തിലല്ല. നമ്മൾ ഇതിനു മുമ്പുള്ള സൂറത്തുകളിൽ വളരെ കൃത്യമായി പറഞ്ഞതാണ് ആരോടാണ് ശത്രുത പാലിക്കേണ്ടത്. മുസ്ലിമീങ്ങളല്ല എന്നതിന്റെ പേരിൽ എല്ലാവരോടും ശത്രുതയിൽ പെരുമാറാനല്ല, മറിച്ച് നമ്മ നാട്ടിൽ നിന്ന് ആട്ടിയോടിക്കുകയും ഇസ്ലാമിക ദഅവത്ത് ഒരിക്കലും നടത്താൻ പാടില്ല എന്ന് ശാഠ്യം പിടിക്കുകയും ശത്രുതാ മനോഭാവത്തോടുകൂടി മാത്രം മുസ്ലിമീങ്ങളെ കാണുകയും ചെയ്യുന്ന ആളുകളെ ആ നിലക്ക് തന്നെ കാണണം, ആ നിലക്ക് തന്നെ അവരെ കാണണം. അല്ലാതെ എല്ലാവരെയും ശത്രുക്കളായി കാണാനല്ല അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് പഠിപ്പിച്ചു തന്നിട്ടുള്ളത്. പഠിക്കുക,
പകർത്തുക, അള്ളാഹുവിന്റെ ദീന് മറ്റുള്ളവരിലേക്ക് എത്തിച്ചു കൊടുക്കുക. യഥാർത്ഥ തൗബ ചെയ്യുന്ന യഥാർത്ഥ തായിബീങ്ങളിൽ അള്ളാഹു റബ്ബുൽ ഇസ്സത്ത് നമ്മയും നമ്മുടെ പ്രിയപ്പെട്ട മാതാപിതാക്കൾ, ബന്ധുമിത്രാദികൾ, സ്നേഹിച്ചവർ എല്ലാവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാവട്ടെ. രോഗം കൊണ്ട് പ്രയാസപ്പെടുന്ന ധാരാളം ആളുകളുണ്ട്. നമ്മുടെ സനാബിൽ കുടുംബവുമായി ബന്ധപ്പെട്ട പലരും, അതിന്റെ അഡ്മിന്മാരിൽ പലരും, അഡ്മിന്മാരുടെ പല കുടുംബങ്ങളിലെ പലരും പല തരത്തിലുള്ള പല രോഗങ്ങളെ കൊണ്ട് പ്രയാസപ്പെടുന്നവരാണ്. അള്ളാഹു റബ്ബുൽ ഇസ്സത്ത് എല്ലാവർക്കും പൂർണ്ണമായ ശമനം നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. മരണപ്പെട്ടു പോയവർക്ക് അള്ളാഹു മഗ്ഫിറത്ത് മർഹമത്ത് നൽകുമാറാവട്ടെ. أقول قولي هذا أستغفر الله العظيم لي ولكم وأستغفر فيه أني وعنكم وعن جميع المسلمين والمؤمنين أجمعين واستغفروا إنه هو الغفور الرحيم. سبحانك اللهم وبحمدك أشهد أن لا إله إلا أنت أستغفرك وأتوب إليك. السلام عليكم ورحمة الله وبركاته.